നമ്മൾ പ്രധാനപ്പെട്ട വാർത്ത ഉണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ IAS ഓഫീസർ ഗോപാലകൃഷ്ണൻ. അപ്പൊ ഗോപാലകൃഷ്ണൻ സാറിന്റെ നീക്കങ്ങളിൽ അടിമുടി ദുരൂഹത എന്നാണ് പോലീസ് പറയുന്നത്. ദുരൂഹതയുണ്ട്. ആ പോലീസ് കൊടുത്ത റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങളും നമ്മളിപ്പോ പുറത്തുവിടുകയാണ്. നമ്മളുടെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് നമ്മൾ ആദ്യം ആ റിപ്പോർട്ട് കാണാം, അതിനുശേഷം ഷഫീദ് റാവുത്തർ ചെയ്യും. ആദ്യം ആ റിപ്പോർട്ട്. സംസ്ഥാനത്തെ ഒരു IAS ഉദ്യോഗസ്ഥൻ മതങ്ങളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് മാത്രമാണോ ഈ വിവാദം? അല്ലെന്ന് സംസ്ഥാന പോലീസ് തന്നെ കണ്ടെത്തിയ ഈ റിപ്പോർട്ടിൽ പറയും. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും അതേ ദിവസം തന്നെ ഫോൺ ഫോർമാറ്റ് ചെയ്തുവെന്നുമുള്ള ഗോപാലകൃഷ്ണന്റെ വാദത്തിൽ തുടങ്ങുന്നു നുണകളുടെ കോട്ട. മല്ലു ഹിന്ദു ഓഫീസർ ഗ്രൂപ്പ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് പ്രചരിച്ചതായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ഗ്രൂപ്പിന്റെ അഡ്മിൻ വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന ഗോപാലകൃഷ്ണൻ. വിവാദമായതിനു പിന്നാലെ മല്ലു മുസ്ലിം ഓഫീസർ ഗ്രൂപ്പ് എന്ന പേരിൽ മറ്റൊരു ഗ്രൂപ്പുമുണ്ടായി. ഇതോടെ വിവാദം കത്തിക്കയറി. അന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇതായിരുന്നു: ഒരു സമുദായത്തെ സംഘം മാത്രം ഉണ്ടായിരുന്നില്ല, അതിൽ മറ്റു സമുദായത്തിലുള്ളവരും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 11 ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പറ്റേനെ ഞാൻ അപ്പം തന്നെ എല്ലാ ഗ്രൂപ്പും ഡിലീറ്റ് ചെയ്തു. എൻ്റെ കോൺടാക്ട്സ് മുഴുവനും ഉള്ളതാണ് ഉണ്ടായിരുന്നു. ഞാൻ അഡ്മിൻ ആയിരുന്നാണ് അവർ പറഞ്ഞ ശേഷമാണ് ഞാൻ കണ്ടത്. ഗോപാലകൃഷ്ണൻ IAS ഇപ്പറഞ്ഞതൊക്കെ കള്ളമാണ്. ഒക്ടോബർ 31 വിവാദ വാട്സപ്പ് ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെടുന്നു. സഹപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, പിന്നാലെ ഫോൺ ഫോർമാറ്റ് ചെയ്തു. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതൊന്നുമല്ല. വിവാദങ്ങൾക്ക് പിന്നാലെ ഗോപാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുന്നത് നവംബർ 4. അന്ന് തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് പരാതി നൽകിയ മൊബൈൽ ഫോൺ കൈമാറാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അടുത്ത ദിവസം നവംബർ 5 ഒരു ഐഫോൺ പോലീസിന് കൈമാറിയത്. ആ ഫോണിൽ വാട്സപ്പ് ഉപയോഗിച്ചിരുന്നില്ലെന്ന് പോലീസ് മനസ്സിലാക്കി. പിന്നാലെ വീണ്ടും ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. നവംബർ 6 വീണ്ടും സാംസങ് ഫോൺ പോലീസിന് കൈമാറി. പോലീസ് മെറ്റയിൽ നിന്നും ഗൂഗിളിൽ നിന്നും വിവരങ്ങൾ തേടി ഫോറൻസിക് പരിശോധന നടത്തി. ആ പരിശോധനാ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. ഗോപാലകൃഷ്ണൻ ആദ്യമായി ഫോൺ ഫോർമാറ്റ് ചെയ്തത് ഒക്ടോബർ 31 പകരം പോലീസിന് പരാതി നൽകിയതിന് തലേ ദിവസം നവംബർ 3 ആദ്യം ഫോൺ ഫോർമാറ്റ് ചെയ്തു. പിന്നീട് ശരിക്കുള്ള ഫോൺ പോലീസിന് കൈമാറിയ നവംബർ 6 രാവിലെ 2 തവണ ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപേ പലതവണ ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. ഹാക്കിംഗ് തെളിയിക്കുന്ന തരിമ്പ് തെളിവ് പോലുമില്ലെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത്. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ വ്യാജ പരാതി നൽകിയതോ മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതോ പരാമർശിച്ചിട്ട് പോലുമില്ല. കേവലം ഒരു സസ്പെൻഷനിൽ ഒതുക്കേണ്ട കുറ്റം മാത്രമാണോ ഗോപാലകൃഷ്ണൻ ചെയ്തത്? വ്യാജ പരാതി നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് കേസെടുക്കേണ്ടേ? പോലീസ് തന്നെ ദുരൂഹത പറഞ്ഞിട്ടും ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ എന്തുകൊണ്ട് അതൊന്നും പരാമർശിച്ചില്ല? ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാൻ സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥ ലോബിയുണ്ടോ? ചോദ്യങ്ങൾ പലതാണ്. ഉത്തരം നൽകേണ്ടത് സർക്കാരും. വിപിൻ വേളിക്കും രാജ്കിരണിനും ശ്രീജുനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് കൂടുതൽ നടപടിയിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യം സംരക്ഷിക്കാൻ അദ്ദേഹത്തെ ഒരു ലോബി സംരക്ഷിക്കുന്നുണ്ട്. IAS ലോബി എന്ന് പറയുന്നത് കാലാകാലങ്ങൾ നമ്മൾ അതിശക്തന്മാരാ. മാത്രമല്ല ഈ അധികാരത്തിലിരിക്കുന്ന ഈ പൊതുപ്രവർത്തകരെയൊക്കെ തന്നെ അവരൊരു പരിവാക്കും. പറയാൻ അറിയാവുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. അപ്പം ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ് ഈ വാർത്ത തുടർച്ചയായി ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷഫീദ്, ഇതിൽ എന്ത് നടക്കാനാണ് സാധ്യത? ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് തെളിഞ്ഞിട്ടും നടപടിയിലേക്ക് പോകുന്നില്ല, തുടർ നീക്കങ്ങളിലേക്ക് പോകുന്നില്ല എന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ ഷഫീദ്? നമുക്ക് ഗുഡ് മോർണിംഗ് SKN വിജയകുമാർ, ഹഷ്മി. നമ്മൾ ഈ റിപ്പോർട്ടിൽ, അതായത് പോലീസ് തന്നെ, സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസി തന്നെ അന്വേഷണം നടത്തി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ അക്കമിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട് ഗോപാലകൃഷ്ണൻ നടത്തിയത് ദുരൂഹമായ ഇടപാടുകളാണ്. ആവർത്തിച്ച് പോലീസിന് കൈമാറുന്നതിന് മുൻപ് ഫോൺ ഫോർമാറ്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ പ്രശ്നമുണ്ടെന്ന് പോലീസ് അടിവരയിട്ടിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ട ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ്. പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും
ഒരുപക്ഷെ IAS ഉദ്യോഗസ്ഥരിൽ തന്നെ ചിലരും വലിയ അത്ഭുതത്തോടെ ഈ വിഷയത്തെ കാണുന്നു. കാരണം വളരെ ഗൗരവമുള്ള ഒരു പോലീസിനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചൊരു വ്യാജ പരാതി നൽകി പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു IAS ഉദ്യോഗസ്ഥന്റെ സകല കോഡ് ഓഫ് കണ്ടക്റ്റും അത് ലംഘിച്ചിട്ടും കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഷനിൽ മാത്രം ഒതുക്കി. അതിനപ്പുറത്തേക്ക് പോലീസ് നടപടിയില്ല. അതായത് പോലീസിന്റെ FIR എടുക്കാതെയുള്ള അന്വേഷണത്തിൽ മാത്രം ഇതൊക്കെ ഒതുങ്ങി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കെ ഗോപാലകൃഷ്ണന്റെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ പലതായി. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല. ഈ ചാർജ് മെമ്മോ അടക്കം ദുരൂഹമായി തുടരുന്നത് കെ ഗോപാലകൃഷ്ണനെ അളവറ്റ ഒരു സംഘം സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. IAS തലപ്പത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പുറത്തു വന്നത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്ത് വിശദീകരണം നൽകും? കേവലം സസ്പെൻഷൻ കൊണ്ട് മാത്രം കൈ കഴുകാൻ കഴിയുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ തുടർച്ചയായി ഉയരുകയാണ്. പ്രത്യേകിച്ച് ഒരു മതാടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിനെ മറയാക്കാൻ മറ്റൊരു മതത്തിന്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ പോലീസ് സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, കബളിപ്പിക്കുന്നു. ഒരു IT വിദഗ്ധൻ കൂടിയാണ് കെ ഗോപാലകൃഷ്ണൻ എന്നുള്ള കാര്യം ഈ സമയത്ത് വിസ്മരിച്ചുകൂടാ. കാരണം അദ്ദേഹത്തിന് അറിയാം എത്ര തവണ ഫോൺ ഫോർമാറ്റ് ചെയ്താൽ അത് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തില്ല. ഗൂഗിളിനും മെറ്റയ്ക്കും ഇക്കാര്യമൊക്കെ അവൈലബിൾ ആകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരിക്കാം. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അറിവ് പ്രകടമാകുന്നു. നവംബർ 4-ന് പോലീസിന് നൽകിയ പരാതി നവംബർ 3-ന് ആദ്യം ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നു. ആദ്യം പോലീസിന് കൈമാറിയത് അദ്ദേഹം വാട്സപ്പ് ഉപയോഗിച്ച ഫോണല്ല, പകരം ഒരു iPhone ആണ്. അതിനുശേഷം നവംബർ 6-ാം തീയതി അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഫോണ് പോലീസിന് കൈമാറി. അന്ന് രാവിലെ 2 തവണ വീണ്ടും ഫോൺ ഫോർമാറ്റ് ചെയ്തു എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹം മടി കാണിച്ചു. രണ്ടാമത് തുടർച്ചയായി 3ഓളം തവണ ഫോൺ ഫോർമാറ്റ് ചെയ്ത് അതിലെ വിവരങ്ങൾ ഒരിക്കലും റിട്രീവ് ചെയ്തെടുക്കില്ല എന്നുറപ്പിച്ച ശേഷം മാത്രമാണ് കെ ഗോപാലകൃഷ്ണൻ ഈ ഫോൺ പോലീസിന് കൈമാറിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ദുരൂഹമാണ്, സംശയാസ്പദമാണ്. ഇക്കാര്യത്തിൽ ഇനി സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ മുഴുവൻ മൊറയിലിനെയും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങൾ, ചില പെരുമാറ്റം, അതാണ് കെ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. വിജയകുമാർ, SKN, ഹഷ്മി. ഓക്കെ താങ്ക് യു ഷഫീദ് റാവുത്തർ, താങ്ക് യു.